ഹേ ഗൈസ്, എല്ലാവർക്കും എയർവാക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഐഫോൺ 10 2021 വെർത്താണോ അല്ലയോ എന്നൊരു വീഡിയോ ആണ്. അതുപോലെ ഐഫോൺ 10ൻ്റെ ഒരു ചെറിയൊരു റിവ്യൂ കൂടെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ്ലി തന്നെ നമുക്ക് അതിൻ്റെ ഡിസ്പ്ലേ നോക്കാം. സോ ഫ്രണ്ട് സൈഡ് നോക്കുവാണെങ്കിൽ നല്ല ക്ലീൻ ആൻഡ് എലിഗൻ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഐഫോൺ 11 ഐഫോൺ 12 ഒക്കെ വെച്ച് നോക്കുമ്പോൾ വലിയ ഡിഫറൻസ് പോലും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. പിന്നെ നമുക്കിനി സൈഡ് നോക്കുവാണെങ്കിൽ മെറ്റാലിക് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ബേസിക് ഐഫോൺ ബട്ടൺസ് എല്ലാം തന്നിട്ടുണ്ട്, സൈലൻറ്റ് ബട്ടൺ അങ്ങനെയൊക്കെ പോലെയുള്ള. അതുപോലെ തന്നെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ ഗ്ലാസ് കവറാണ്. പിന്നെ അതുപോലെ നമുക്ക് ഐഫോണിൻ്റെ ലോഗോയും പിന്നെ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഐഫോൺ 10 ആപ്പിൾ ആദ്യമായിട്ട് കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിലായിരുന്നു സെക്യൂരിറ്റി ഓപ്ഷനായ നമ്മുടെ ഫേസ് ID, പിന്നെ അതുപോലെ തന്നെ നോച്ച് ഡിസ്പ്ലേ. സോ ഇങ്ങനത്തെ കുറച്ച് പുതിയ കാര്യങ്ങൾ അവർ ട്രൈ ചെയ്ത് ഐഫോൺ 10 അതുപോലെ തന്നെ ആപ്പിളിൻ്റെ ഫസ്റ്റ് OLED സ്ക്രീൻ വരുന്നതും നമ്മുടെ ഐഫോണിലാണ്. സോ എല്ലാം കൊണ്ട് ഇപ്പം 3D ടച്ച് അതുപോലത്തെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഇതിലുണ്ട്. സോ ടോട്ടലി നോക്കിയ ഒരു ഫ്ലാഗ്ഷിപ്പ് രീതിയിൽ, ഒരു പ്രീമിയം രീതിയിൽ നല്ലൊരു ഫോണാണ് ഐഫോൺ 10. 8.8 ഇഞ്ച് ഡിസ്പ്ലേ ആണ് നമ്മുടെ ഐഫോണിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആപ്പിളിൻ്റെ ഫസ്റ്റ് OLED ഡിസ്പ്ലേയും ഈ ഒരു ഐഫോൺ 10 അവർ കൊണ്ടുവരുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ നോച്ച് ഡിസ്പ്ലേ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേസ് ID, അതുപോലത്തെ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ ഇതിലൂടെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. സോ അവരുടെ ഒരു ടെസ്റ്റ് സ്പെസിമെൻ എന്ന രീതിയിൽ നമുക്ക് കുറച്ച് ഫോൾട്ട്സ് ഒക്കെ ഇതിൻ്റെ അകത്തുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മളിപ്പം ബ്രൈറ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൽ നല്ല സ്പീഡാണ്, അത്യാവശ്യം യൂസ് ചെയ്യാനൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്. പിന്നെ വിഡ്ജറ്റ്സ് പോലത്തെ ഇപ്പം കുറേ അപ്ഡേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയ ഇതിൽ പറഞ്ഞാൽ നമുക്ക് iOS 14.5 വരെ ഇതിൽ സപ്പോർട്ടാണ്. സോ അതൊരു നല്ല ഹ്യൂജ് ഡീലാണ്. പിന്നെ ബാക്കി നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഇപ്പോൾ ഗെയിംസ് കളിക്കുമ്പോഴും എല്ലാം അങ്ങനെ വേറെ ലാഗോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. എസ്പെഷ്യലി ഇപ്പോൾ നമ്മളിപ്പം സോഷ്യൽ മീഡിയ ഒക്കെ നല്ലൊരു യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നല്ലൊരു ഇൻ്റർഫറൻസ് തന്നെ ഇത് കൊടുക്കും. സോ ഒരു 2021 നമ്മളിപ്പം ടോട്ടലി നോക്കിക്കഴിഞ്ഞാൽ ബാക്കി ഫോണുകളെ അപേക്ഷിച്ച് ഒരു സെക്കൻഡ് ഹാൻഡ് എടുക്കുവാനാണെങ്കിൽ ഐഫോൺ 10 നല്ലൊരു വർത്താണ്. ഒരു 12 MB ഡുവൽ ക്യാമറ സെറ്റപ്പാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. സോ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ഒരു 7 MB ക്യാമറയാണ്. സോ ബാക്ക് സൈഡിനെ പറ്റി നമ്മൾ ഫസ്റ്റ്ലി പറയുമ്പോൾ തന്നെ നല്ല വൃത്തി അത് ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. നല്ല ഇമേജസ് ഒക്കെ നല്ല ക്വാളിറ്റിയായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഭയങ്കരമായിട്ടൊന്നും ഡിഫക്റ്റ് ഒന്നും തോന്നിയില്ല. പിന്നെ ന്യൂവർ വേർഷൻസിൻ്റെ അത്രയൊന്നും എത്തിയിട്ടൊന്നുമില്ല സംഭവം. ബട്ട് സ്റ്റിൽ ഇപ്പം നമ്മളൊരു സെക്കൻഡ് ഹാൻഡ് എടുക്കുമ്പോൾ ആ ഒരു എക്സ്പെക്റ്റേഷൻ എന്ന രീതിയിൽ നമുക്ക് നല്ലൊരു നല്ലൊരു ക്യാമറ തന്നെ കിട്ടും ഇതിൽ കൂടെ. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ഫിൽറ്റേഴ്സ് എല്ലാം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സാണ്, കൊള്ളാം, യൂസ് ചെയ്യാൻ കൊള്ളാം. പിന്നെ അതിന് യൂസർ ഫ്രണ്ട്ലിയാണ് ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ വരുമ്പം. അങ്ങനെ ഹൈ ആയിട്ടുള്ള ഓപ്ഷൻസോ അങ്ങനെയൊന്നും വരുന്നൊന്നുമില്ല. സോ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇപ്പം ക്വാളിറ്റി പോകാതെ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോസ് ഇടണം. സോ അതിനൊക്കെ വേണ്ടിയാണെങ്കിൽ ഈ ഒരു ഐഫോൺ 10 കൊള്ളാം, ഒരു കുഴപ്പമില്ല. പിന്നെ ബാക്ക് സൈഡ് നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ ഒരു പ്ലേസിലായിരിക്കും നമ്മുടെ ക്യാമറ പ്ലേസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒറ്റ ക്യാമറ ഡിസൈനിൽ മാത്രമാണ് നമുക്ക് ഈ ഐഫോൺ 11 അല്ലെങ്കിൽ ഐഫോൺ 12 ആയിട്ടൊക്കെ ഒരു ഡിഫറൻഷിയേറ്റ് ഈ ഒരു ഐഫോൺ 10 ചെയ്യാൻ പറ്റുന്നത് പോലും. ഈ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ബേസിക് ക്യാമറ, അത്രയും മാത്രമേ പറയാനുള്ളൂ. കാര്യം അങ്ങനെ അത്ര ക്വാളിറ്റിയൊന്നും ഫ്രണ്ട് ക്യാമറയ്ക്കില്ല. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ വീഡിയോ നോക്കാം. അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് തന്നെ ഇത് വീഡിയോസ് എല്ലാം ക്യാപ്ചർ ചെയ്യുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മെയിൻലി നോക്കിയാൽ നമുക്കിതിൻ്റെ ഒരു ഇൻ്റർഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു ക്ലീനാണ്. സോ യൂസ് ചെയ്യാൻ നല്ല എളുപ്പമാണ്. പിന്നെ അഡ്വാൻസ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും നമുക്ക് വീഡിയോയിൽ അകത്തില്ല. സോ അതിനുവേണ്ടി എനിക്ക് തോന്നുന്നു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി ചിലപ്പോൾ വരും. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സ്ലോ മോഷൻ, ടൈം ലാപ്സ്, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ ഇതെല്ലാം കുഴപ്പമില്ലാതെ തന്നെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഒരു ടോട്ടലി നമുക്കൊരു കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ 2021 ഐഫോൺ 10 വേറെ കുഴപ്പമൊന്നുമില്ല. കാര്യം എടുക്കുന്നതിനെ കൊണ്ട് വലിയ നഷ്ടമൊന്നും ഇല്ല. ബട്ട് നിങ്ങൾ എടുക്കുമ്പോൾ സൂക്ഷിച്ച് നോക്കി എടുക്കണം. കാര്യം ബാറ്ററി പോലത്തെ കാര്യങ്ങളും അതൊക്കെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ എടുക്കാൻ നോക്കുക. താങ്ക് യു.